CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം. കണ്ണൂർ നേതാക്കൾക്കിടയിലെ വിഭാഗീയതയാണ് എം വി ഗോവിന്ദനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ. കത്തുവിവാദത്തിന് പിന്നിൽ ഇ.പി. ജയരാജനാണെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ സംശയം. പരാതിക്കാരനായ ഷർഷാദിനെ ഇ.പി. ജയരാജൻ ഫോണിൽ വിളിച്ച് കത്തിലെ വിവരങ്ങൾ ആരാഞ്ഞുവെന്നാണ് വിവരം. നേരത്തെ ജോത്സ്യൻ വിവാദം സംസ്ഥാന കമ്മിറ്റിയിൽ ജയരാജൻ ഉയർത്തിയതും ഇതിന്റെ ഭാഗമായിരുന്നു. വിവരങ്ങളുമായി സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന്. സുനിൽ, പാർട്ടി വിഭാഗീയതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ പുകഞ്ഞു പൊന്തുന്ന സംഭവങ്ങൾക്ക് പിന്നിലെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ ലഭ്യമാണോ? നിഷാദ്, CPM-നെ സംബന്ധിച്ച് അസാധാരണമായ രാഷ്ട്രീയ നീക്കങ്ങളും ഗ്രൂപ്പ് സമവായങ്ങളും രൂപം കൊള്ളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-ൽ ഒരുപക്ഷെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അതേ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ചില നേതാക്കൾ ചരട് വലിക്കുന്നു, ചില പടയൊരുക്കങ്ങൾ നടത്തുന്നു എന്ന സംശയവും ചില സൂചനകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങളെ എം വി ഗോവിന്ദനെ അനുകൂലിക്കുന്ന വിഭാഗം നോക്കിക്കാണുന്നത്. നോക്കൂ, അത് തുടങ്ങുന്നതും കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് CPM-നെ നിയന്ത്രിച്ചിരുന്ന കണ്ണൂർ ലോബിയിലുണ്ടായ ചില പടലപ്പിണക്കങ്ങളാണ് ഇത്തരം അസാധാരണമായ ഗ്രൂപ്പ് സമവായങ്ങളിലേക്കും ചില നീക്കങ്ങളിലേക്കുമൊക്കെ എത്താനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് എന്നാണ് പറയപ്പെടുന്നത്. അത് തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല, അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ, പുതിയ സംസ്ഥാന സെക്രട്ടറിയെ ചുമതല എടുക്കുന്നത് മുതൽ തുടങ്ങിയതാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്ന് പകരക്കാരനായി എം വി ഗോവിന്ദൻ എത്തുമ്പോൾ മുതൽ ആരംഭിച്ചതാണ് കണ്ണൂർ CPM-ൽ ഉണ്ടായിട്ടുള്ള ഈ വിഭാഗീയതയും ചില പടലപ്പിണക്കങ്ങളും. നമുക്കറിയാം, പാർട്ടിയിൽ പിണറായിക്കും കോടിയേരിക്കും ശേഷം ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെ ഒരുപക്ഷെ ഒരു കാലത്ത് വ്യാഖ്യാനിച്ചിരുന്നത് ഇ.പി. ജയരാജനെയായിരുന്നു. പക്ഷേ ഇ.പി. ജയരാജൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയില്ല. പകരം ആ സ്ഥാനത്തേക്ക് എത്തിയത് എം വി ഗോവിന്ദനാണ്. കോടിയേരി ഇ.പി. ജയരാജനേക്കാൾ കുറെ ജൂനിയറായ ഒരു നേതാവ്. ഒപ്പം പോളിറ്റ് ബ്യൂറോ അംഗത്വം ലഭിച്ചതും എം വി ഗോവിന്ദനാണ്. അതിനുശേഷം പാർട്ടിയുമായി ഏറെക്കാലം നിസ്സഹകരണത്തിലായിരുന്നു ഇ.പി. ജയരാജൻ. പക്ഷെ പിന്നീട് പാർട്ടിയുടെ ചില പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകൾക്കൊക്കെ ശേഷമാണ് ഇ.പി. വീണ്ടും ആ പാർട്ടി പ്രവർത്തനത്തിലേക്കൊക്കെ തിരികെ വരുന്നത്. അതൊക്കെ പഴയ ചരിത്രമാണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ്. എന്തായാലും അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി എം വി ഗോവിന്ദനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ പാർട്ടിയിൽ നടക്കുന്നു. നോക്കൂ, നമ്മൾ കണ്ടതാണ് മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ജോത്സ്യൻ വിവാദം. പയ്യന്നൂരിലുള്ള മാധവ് പൊതുവാൾ എന്ന് പറയുന്ന ജോത്സ്യനെ എം വി ഗോവിന്ദൻ യാദർശികമായി കാണുന്നു. അവിടെ അതിനടുത്തുള്ള ഒരു പാർട്ടി പ്രവർത്തകന്റെ മരണം ഉണ്ടായിരുന്നു. അവിടെ പോയി മടങ്ങും വഴി ചികിത്സയിലായിരുന്ന മാധവ് പൊതുവാളിനെ പോയി വീട്ടിലെത്തി കാണുന്നു. അവിടെ വെച്ച് പക്ഷെ ഒരു ചിത്രം പകർത്തുന്നു ആരോ. ആ ചിത്രം മാസങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വരികയാണ്. അത് ഉയർത്തിയത് കണ്ണൂരിൽ നിന്നുള്ള പി ജയരാജൻ എന്ന സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. എന്താണ് പാർട്ടി സെക്രട്ടറിക്ക് ജോത്സ്യനുമായി ഇടപാട് എന്ന തരത്തിലായിരുന്നു ആ വിവാദം ഉയർന്നു വന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ആ വിവാദം ഒന്നടങ്ങുമ്പോഴാണ് തൊട്ടു പിന്നാലെ കത്തിന്റെ രൂപത്തിൽ പുതിയ വിവാദം വരുന്നത്. ആ കത്തും ചെന്നു കൊള്ളുന്നത് എം വി ഗോവിന്ദന് നേരെയാണ്, എം വി ഗോവിന്ദന്റെ കുടുംബത്തിന് നേരെയാണ്. അത് എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില ആരോപണങ്ങൾ ആ കത്തിൽ കൃത്യമായി ഉണ്ട്. മാത്രമല്ല, ആ കത്ത് എങ്ങനെ പുറത്തു വന്നു എന്നതടക്കമുള്ള ചില കാര്യങ്ങളിൽ ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. ആരാണ് കത്ത് പുറത്തുവിട്ടത്? എന്തിനാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ ഒരു രഹസ്യ കത്ത്? പാർട്ടിയിൽ ഒരുപക്ഷെ അസാധാരണമായ ഒരു കാര്യമാണ്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിക്കുന്ന ഒരു പരാതി അത് നാട്ടിൻപുറത്ത് പ്രചരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പാർട്ടിയെ പോലും ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നേരത്തെ ഒന്നും അങ്ങനെ ആയിരുന്നില്ല. ഇതിപ്പോ ഈ കത്ത് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളുടെ ഇടപെടലാണ് ഈ കത്ത് പുറത്തു വരാനുണ്ടായ കാരണമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ പരാതിക്കാരനായിട്ടുള്ള മാഹി സ്വദേശി ചെന്നൈയിലെ ബിസിനസ്സുകാരനായ ഷർഷാദിനെ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് തൊട്ടു മുമ്പ് ഇ.പി. ജയരാജൻ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും ഈ കത്തുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നുവെന്നും നമുക്ക് വിശ്വസനീയമായ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. അതായത് അതിനുശേഷമാണ് ഈ കത്ത് പുറത്തേക്ക് വരുന്നത്. ആ കത്ത് പുറത്തേക്ക് വരുമ്പോൾ അത് അമ്പ് കൊള്ളുന്നത് ഗോവിന്ദന് മാത്രമല്ല, ഗോവിന്ദനെ അനുകൂലിക്കുന്ന പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾ, മന്ത്രിമാരടക്കമുള്ള ആളുകൾക്ക് നേരെ കൂടി ഈ കത്തിൽ ആക്ഷേപമുണ്ട്, ആരോപണങ്ങളുണ്ട്.